പ്രതിയെ പിടിക്കും, ഉടനടി തന്നെ പിടിക്കും. ഇയാളെ സംബന്ധിച്ചുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഇയാളൊരു നാഷണൽ പെർമിറ്റ് ലോറിയിലെ ഡ്രൈവറാണ് കുറേ കാലം. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും അയാൾക്കറിയാം. ഏത് വഴിയെ പോയാലും അയാളെ പിടിക്കുക എന്നുള്ളത് പോലീസിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ചുമതലയാണ്. അത് ചെയ്യും, നിർവഹിക്കും. മല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, പുറത്തുണ്ട്. കഴിഞ്ഞ ദിവസം തിരുപ്പൂർ വഴിയെ പോയിരുന്നു. ഇപ്പോൾ വേറൊരു റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. സ്വാഭാവികമായി ഈ വാർത്താ ചാനലുകളിൽ വരുമ്പോൾ ഇത്രയും കൃത്യം നിർവഹിക്കുന്നവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും പിടിക്കുന്നുള്ള നല്ല പ്രതീക്ഷയാണുള്ളത്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു ഇതുണ്ടാവുമായിരുന്നു. അതിപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി നിയമത്തിലാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ സ്വാധീനം ഇതിലുണ്ടെങ്കിൽ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്, ഇടതുപക്ഷത്തെ പ്രതിനിധാനം. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞോ, ഞങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ സ്ഥാനം രാജിവെച്ചിട്ട് പോകും. പക്ഷെ അത്തരം ആരോപണം പാടില്ല. 2022 പ്രതിക്ക് ആദ്യമായിട്ട് ജാമ്യം കിട്ടുന്നത്. അതിനുശേഷം അന്ന് ബോണ്ട് എക്സിക്യൂട്ടീവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ പ്രതി ഇറങ്ങിയില്ല. 2023 അവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. അന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാൻ പാടില്ലെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയിലൂരും നെന്മാറ പരിധിയാണ്. സ്വാഭാവികമായിട്ട് അതിലൊരു എക്സംഷൻ കൊടുത്തിട്ടാണ് അത് നെന്മാറ പഞ്ചായത്തിലേക്ക് മാത്രമായിട്ട് മാറ്റി. ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതിയാണ് അതിൻ്റെ ട്രയൽ. ഇതിനിടയിൽ അമ്മയും സ്വന്തം സഹോദരനും പോയിട്ടാണ് ജാമ്യം ഇറക്കിയിരിക്കുന്നത്. ഞങ്ങളിത് അന്വേഷിക്കുന്നതല്ലേ. പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞാൽ, ഈ പ്രതിയെ പറയുന്നത് ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ. ഞങ്ങളോടുള്ള ശത്രുത എന്താണെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ആദ്യ ഭാര്യയും ആ പിണങ്ങിപ്പോകുമ്പോണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടവരാണ് ഞങ്ങൾ. ആ കാലത്ത് തന്നെ ഞങ്ങളോട് വലിയ ശത്രുത ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ 5 വർഷമായിട്ട് അന്നാ കൊലപാതകത്തിന് ശേഷവും പിടിക്കപ്പെട്ടത് അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇതുവരെ ഞങ്ങളും ആരും കണ്ടിട്ടില്ല, കാണാനൊട്ട് ആഗ്രഹവുമില്ല. ഞങ്ങൾ കരയുന്ന കുട്ടികളോടൊപ്പമാണ്, ആശങ്കപ്പെടുന്ന ഈ ജനങ്ങളോടൊപ്പമാണ്. ഉറപ്പായിട്ട് പിടിക്കും. ഒരു ഭയപ്പാടും ഇല്ലാണ്ട് ജീവിക്കും ഇവിടെ. അതിന് കുട്ടികളെ സംരക്ഷിക്കും. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു പടി മുന്നിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായും ആവശ്യപ്പെടും. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല ഞാൻ. ഇനി ഇപ്പോൾ അപകടത്തിൽ മരണപ്പെട്ടു പോയ ആ ട്രക്കിലെ ഡ്രൈവർ, അവരുടെ വൈഫിന് ജോലി കൊടുത്തിരുന്നു. നമ്മുടെ വയനാട് ഇപ്പോൾ ദുരന്തം ഉണ്ടായ ആ കുട്ടി വീണ്ടും ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ആ കുട്ടിക്ക് ജോലി കൊടുത്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരം കൊലപാതകത്തിൽ നാട്ടുകാർ പറയുന്നത് ഈ പോലീസിന്റെ ഉൾപ്പെടെ ഒരു ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടായി, അതുകൊണ്ട് തന്നെ സർക്കാർ അതിലൊരു ഇടപെടൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ പറയുന്നത്. സംശയമില്ല. പോലീസിൻ്റെ വീഴ്ച ഉണ്ടായാലും ആരുടെ ഭാഗത്താണ് ചെറിയ തലത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, ഈ കേരളത്തിൽ അത്തരത്തിൽ വീഴ്ച സംഭവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും പിന്നെ അവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതിനുള്ളൊരു കരുത്തുള്ളൊരു മുഖ്യമന്ത്രി ഇപ്പോഴുണ്ടല്ലോ. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. എന്തായാലും ഇവിടെ നിന്നും പുറത്തേക്ക് കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതകളും തള്ളുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇയാൾ ഒരു നാഷണൽ പെർമിറ്റ് മറ്റൊരു ലോറി ഡ്രൈവറാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് അറിയാമല്ലോ. തിരുപ്പൂരാണ് അധികം ഉണ്ടായിരുന്നത്. പിന്നെ ഇയാൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോഴാണല്ലോ പറഞ്ഞത് തിരുപ്പൂർ പോവുക എന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത്. കാരണം ഈ പാവപ്പെട്ട സുധാകരനും തിരുപ്പൂരിലായിരുന്നു ജോലി, അവിടെയാണ്. അപ്പോൾ ഈ ഉള്ളിൽ പകൊണ്ട് നടക്കുക, രാവിലെ എണീറ്റിട്ട് ഇതിലേ പോകുമ്പോൾ സ്ത്രീകളോട് വർത്തമാനം പറഞ്ഞിട്ട് ഇവൻ പോയിരിക്കുകയാണെന്നാണ്. അത് അത്തരമൊരു ശ്രദ്ധയിൽ വന്നിരുന്നെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനുള്ളൊരു നല്ല സെറ്റപ്പുള്ള സ്ഥലമാണ് ഇവിടെ. അതിനൊന്നും ഒരു മോശം വരുന്ന സ്ഥലമല്ല. പക്ഷേ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും.